കുട്ടിയുടെ അമ്മയാണത്. ഇത് ചെറിയൊരു മോളല്ല, അത് കയ്യിൽ ചെറിയ പ്രായത്തുണ്ട്. കുറച്ചൊന്ന് അടുത്തേക്ക് വന്നാൽ അവൻ ചെയ്ത കാര്യം എന്താണെന്നൊന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അടുത്തേക്ക് വന്നു. അതെല്ലാം കേൾക്കുക. എന്താ മോനെ നീ ചെയ്ത്? അതിലോട്ട് നോക്കി പറ. കുറച്ചുകൂടി കുറച്ച് ഒച്ചത്തിൽ പറ. വലിയ സ്ലോപ്പ് ഉണ്ടായി. അപ്പൊ സ്പീഡിൽ ഇറങ്ങി വന്ന് വെള്ളത്തിലോട്ട് സൈക്കിളിൽ വന്നിട്ട് വെള്ളത്തിലോട്ട്. എത്ര വയസ്സായിട്ടുണ്ട് ആ കുട്ടിക്ക്? അവനിപ്പോ നാലിലാണല്ലേ. എന്നിട്ട് മോൻ എന്താ ചെയ്തത്? അവൻ ചാടിയപ്പോ വീണപ്പോ ഞാൻ ചാടി. ഒന്നും നോക്കില്ല, ഒന്നും ചിന്തിച്ചില്ല. ആ കുട്ടിയെ മോൻ അറിയോ? നേരത്തെ അറിയാം. ആ കുട്ടിയുടെ മോന്റെ ഫ്രണ്ടാണ്, ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് അല്ലേ? ഒന്നും ചിന്തിച്ചില്ല, ആ കുട്ടിയെ രക്ഷപ്പെടുത്തി അല്ലേ? ആ കുട്ടിയാണ് ഈ കുട്ടി. നിന്റെ പേരെന്താ മോനെ? നീരജ് എന്ന് പറഞ്ഞ ഈ കൊച്ചുമിടുക്കൻ ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് കണ്ടത്. വളരെ അത്ഭുതം തോന്നി. ഈ ചെറുപ്രായത്തിലും ആ കുട്ടി കാട്ടിയ ഒരു ധീരത, സഹപാഠിയായ ഒരു കുട്ടിയെ അല്ലേ, ഒന്നും ചിന്തിക്കാതെ എടുത്ത് കുളത്തിലോട്ട് ചാടി ആ കുട്ടിയെ രക്ഷിച്ചു അല്ലേ? ഏതായാലും വളരെ 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 ഇതുപോലെയുള്ള തലമുറകളാണ് കുറച്ച് മുമ്പ് കിട്ടുന്നത് അല്ലേ? എന്താണ് പറയാനുള്ളത്? അതെ ശ്രീകണ്ഠൻ. അതെ അല്ല വന്നിട്ടുണ്ടോ? ശ്രീകണ്ഠൻ ചാനലിൽ വന്നിട്ടായിരുന്നു, ന്യൂസിലാണ്. അപ്പൊ ഏതായാലും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആളുകൾ ഇത് ഏറ്റെടുക്കും അല്ലേ? ഏതായാലും വളരെ സന്തോഷം. ഓക്കെ, ബൈ ബൈ. ആ മോന്റെ അച്ഛനാണ്, അമ്മയാണ്. ഇടച്ചേർന്നില്ല ഈ ഒരു വീഡിയോ ഞാനിവിടെ എന്തിനാണ് കാണിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇതേപോലുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ അഭിമാനം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ മക്കളും ഇതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. തീർച്ചയായിട്ടും ഈ ഒരു കുട്ടിയുടെ ഈ ഒരു നന്മ പ്രവൃത്തി എല്ലാവരും അറിയണം. അറ്റ്ലീസ്റ്റ് നമ്മൾ കേരളത്തിലുള്ളവരെങ്കിലും അറിയണം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ബുദ്ധിമുട്ടില്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഈ ഒരു കുട്ടി കാണിച്ചൊരു ധീരത, ഈ ഒരു പ്രായത്തിൽ അത് കാണിച്ചത് സംഭവം തന്നെയാണ്. ആര് എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും അതൊരു സംഭവം തന്നെയാണ്. അതിനാർക്കും ഒരു സംശയം വേണ്ട, ഒരു തർക്കവും വേണ്ട. എന്തായാലും ഈ ഒരു കുട്ടിക്ക് തല ബ്ലോഗ്സിന്റെ ഒരു ബിഗ് സല്യൂട്ട്. ഇതേപോലെ എല്ലാ കുട്ടികളും മുന്നോട്ട് വരണം. ഇതൊരു മാതൃകയാവട്ടെ.